ഏത് കാര്യത്തിലും സൗഭാഗ്യം വേണോ, നിങ്ങൾ നിരന്തരം ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. രണ്ടാമതായിട്ട് തിരുദൂതൻ പഠിപ്പിച്ചു, ഏത് കാര്യത്തിലും നിങ്ങൾക്ക് സൗഭാഗ്യം ഉണ്ടാകണമെങ്കിൽ മഹാനായ ഈസാ നബി റബ്ബിനോട് പറയുന്നൊരു വാക്കുണ്ട്. റബ്ബിന്റെ കൽപ്പന പ്രകാരം തന്റെ ജനതയോട് പറയുന്നൊരു വാക്ക്. ആ വാക്ക് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് ഓർമ്മപ്പെടുത്തി, വബർറൻ ബിവാലിദതി, എന്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ എന്റെ റബ്ബെന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എന്തിന്? വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ, ഒരിക്കലും ഞാൻ അങ്ങേയറ്റം നിർഭാഗ്യവാനായ ഒരു ക്രൂരനായി മാറാതിരിക്കാൻ റബ്ബ് എന്നോട് കൽപ്പിച്ചു, നിന്റെ മാതാപിതാക്കളോട് നീ ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറണം. ഇവിടെ ഉലമാക്കൾ രേഖപ്പെടുത്തി, ഏത് കാര്യത്തിലും ഒരു സൗഭാഗ്യം, ഒരു ഐശ്വര്യം ഉണ്ടാവണേ, സ്വന്തം വാപ്പനെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റണം. വബർറൻ ലിവാലിദതി, എന്റെ മാതാപിതാക്കളോട് ഞാൻ എത്ര മനോഹരമായി പെരുമാറുന്നുവോ ആ സ്വഭാവത്തിനനുസരിച്ച് റബ്ബന്റെ കാര്യത്തിൽ സൗഭാഗ്യം തരൂ. എന്റെ സമ്പത്തിൽ റബ്ബ് സൗഭാഗ്യം തരൂ. എന്റെ കുടുംബത്തിൽ പടച്ച റബ്ബ് സൗഭാഗ്യം തരൂ. പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ഹബീബായ തിരുദൂതൻ ആർവത്തിച്ച് ഓർമ്മപ്പെടുത്തി, ലാ തജിദുൽ ബാറ ഇല്ലാ സഈദൻ, നിങ്ങളെ മാതാപിതാക്കളോട് നിങ്ങൾ ഏറ്റവും മാന്യമായി പെരുമാറുന്നുണ്ടെങ്കിൽ ഇല്ലാ സഈദൻ, നിങ്ങൾക്ക് നന്മയല്ലാത്തതൊന്നും റബ്ബ് നിങ്ങൾക്ക് എത്തിച്ചു തരികയില്ല. അവർ നിങ്ങളെ ഏത് നിലക്ക് ബുദ്ധിമുട്ടിക്കുന്നവരാണെങ്കിലും